നിനക്ക് വേണ്ടി ഒരു ഉഗ്രൻ പൗഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നീ നിന്റെ മുഖത്ത് പുരട്ടിയിട്ട് ആരെ നോക്കിയാലും അവരുടെ സകല പവറും നിന്റെ ശരീരത്തിലേക്ക് നിനക്ക് വലിച്ചെടുക്കാം. എന്നിട്ട് നിന്റെ എതിരാളിയെ നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ഷീണിപ്പിക്കാം. പക്ഷെ ഈ പൗഡർ ഞാൻ നിനക്ക് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നീ എനിക്ക് 5 കോടി രൂപ എനിക്ക് തരണം. മനസ്സിലായോ? തീർച്ചയായും തീർച്ചയായും. പക്ഷെ ഒരു തവണ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ തരണം. നിങ്ങൾക്ക് എത്ര കാശ വേണ്ടത് വേഗം പറഞ്ഞോളൂ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. എന്റെ മുഴുവൻ പവറും നീ നിന്റെ അകത്തേക്ക് വലിച്ചെടുത്തില്ലേ? നീ എപ്പോഴും എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യാറുണ്ട്. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഞാനായിരിക്കും ഏറ്റവും വലിയ ശക്തൻ. മോട്ടുവിനെയും പത്തിലുവിനെക്കാളും എന്നെ തടയാൻ ആരുണ്ട്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞത്. കവിതയുടെ കാര്യമൊക്കെ വിട്. എന്നിട്ട് മോട്ടുവിനെ പോയി കണ്ടുപിടിക്കാൻ നോക്ക്. അല്ല ചായക്കട ചേട്ടാ, പെട്ടെന്ന് ചായയും നല്ല ചൂടുള്ള സമൂസയും തന്നോളൂ. ചായ സമൂസയൊക്കെ ഒഴിവാക്കി പോട്ടു. എന്നിട്ട് ആരോഗ്യം സംരക്ഷിക്കാൻ നോക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് മുട്ടി നോക്ക്. അപ്പൊ നീ വിവരം അറിയും. എന്താ മുട്ടുന്നുണ്ടോ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞത്. കവിതയുടെ കാര്യമൊക്കെ വിട്. എന്നിട്ട് ഫൈറ്റ് കണ്ടോ? കൊള്ളാമല്ലോ ജോൺ, നിന്റെ കവിത നല്ല രസമുണ്ടല്ലോ. എന്താ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇന്നാ പിടിച്ചോ. ഞാനിപ്പോ പോവുകയാണ് മോട്ടു. നീ ഇതൊന്നും മറക്കരുത്. ബൈ ബൈ, സീ യു, ടാറ്റ. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഇതിന് നല്ല ഇടി ഞാൻ തരും. വേഗം പാടേ. എന്റെ മോട്ടു ഇതെങ്ങനെ സംഭവിച്ചത്? നിനക്കെന്താ പറ്റിയേ? ജോൺ അടിച്ചത് കൊണ്ടാ? അതെ പത്തലു, അറിയില്ല എന്താ പറ്റിയെന്ന്. പത്തലു, എനിക്ക് തോന്നിയത് എന്റെ ശരീരത്തിനകത്തുള്ള എല്ലാ ശക്തികളും പെട്ടെന്ന് ചോർന്നു പോയതുപോലെ. സത്യം പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പത്തലു. ജോൺ, എനിക്കറിയില്ല നീ എന്നെ എങ്ങനെയാ തല്ലിയതെന്ന്. പക്ഷെ ഞാൻ നിന്നെ വെറുതെ വിടാൻ പോണില്ല. നോക്കിക്കോ. മോട്ടു എന്താ പറ്റിയേ? എന്റെ മോട്ടു എന്തൊക്കെയാ ചെയ്യുന്നത്? എന്താ നിനക്ക് പറ്റിയത്? നീ എന്താ പേടിച്ച് നിൽക്കുന്നത്? പത്തലു, എനിക്കറിയില്ല ഇതെന്താണ് സംഭവിക്കുന്നത്, എന്തിനാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. ഞാൻ ഇനി എന്നും ജോണിന്റെ അടി മേടിച്ചു കൊണ്ടിരിക്കണോ? അറിയില്ല എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. എനിക്കിനി ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. അതെ പത്തലു. അല്ല മോട്ടു, അല്ല, എന്തോ പ്രോബ്ലം ഉണ്ട്. ഇത് നോക്ക് മോട്ടു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. നിന്റെ മെന്റൽ ബാലൻസ് നിലനിർത്ത്. എന്നിട്ട് ആലോചിക്ക് ആ ജോൺ നിന്നെ എന്താ ചെയ്തേന്ന്. ശരിക്കും ആലോചിക്ക്. അപ്പൊ നിനക്ക് കിട്ടും. ഇല്ല ഇല്ല, എനിക്ക് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞാൻ ജോണിന്റെ മുൻപിൽ തോറ്റു കൊടുത്താൽ ഈ ഫുർഫുറി നഗരത്തെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. അല്ല പത്ലു, ഈ മോട്ടുവിന് എന്താ പറ്റിയേ? ആകെ കൂടി വല്ലാതെ അങ്ങ് വിഷമിച്ചാണല്ലോ പോക്ക്. എന്റെ ബോക്സറേട്ട എന്ത് പറയാനാ? ജോണിനൊന്നും സംഭവിച്ചിട്ടില്ല. ബോക്സറേട്ടാ, നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ നിങ്ങളും കൂടെ ഉണ്ടെങ്കിലേ ആ ജോലി നടക്കുള്ളൂ. ആ ഷുവർ ഷുവർ ഷുവർ. ഞാൻ മോട്ടുവിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ആ ബോക്സറേട്ടാ, അതെന്താന്ന് വെച്ചാൽ മോട്ടുവിന്റെ ദുഃഖമൊക്കെ മാറ്റിയിട്ട് അവനെ പഴയതുപോലെ ആക്കണം നമുക്ക്. ഓ അങ്ങനെയാണോ? ശരി, നീ പറയുന്നെങ്കിൽ അതുപോലെ തന്നെ ആയിക്കോട്ടെ. മോട്ടു, വേഗം ഇങ്ങോട്ട് വാ. ബോക്സറേട്ടൻ എന്നെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽപ്പ് മോട്ടു, ഹെൽപ്പ്. എന്റെ കൂട്ടുകാരനെ വിടൂ. അമ്മേ.
ഓക്കെ. കലക്കി മോട്ടു കലക്കി, നിന്റെ ശക്തി തിരിച്ചു വന്നിരിക്കുക. കണ്ടില്ലേ ബോക്സറേട്ടൻ ചെയ്തത്? അടിക്കവനെ ശരിക്ക് കൊടുക്കണം ഇന്ന്. ഓ, ഇങ്ങോട്ട് വായോ, ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ശക്തി തിരിച്ചു കിട്ടി. വരൂ വരൂ വരൂ, ഇനി ആ ജോണിനെ തേടി കണ്ടുപിടിച്ച് അവന്റെ എല്ല് പൊട്ടിക്കണം. വരൂ. മോട്ടു, ഇവന്മാരുടെ സൗഹൃദം നിലനിർത്താൻ എന്റെ ഇടുപ്പ് പോയല്ലോ. മോട്ടു, താൻ എവിടെയായിരുന്നു? എനിക്ക് തന്നെ സഹായം വേണം, ഹെൽപ്പ് വേണം. പക്ഷെ ജോൺ തന്നിട്ട് ശരിക്കൊന്ന് പെരുമാറിയെന്ന് കേട്ടു. തനിക്ക് എന്നെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ചിക്കൻ സാറേ, ഡോണ്ട് വറി. എന്റെ ശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഞാൻ ആ ജോണിനെ വെറുതെ വിടാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാം ചിങ്ങം സാർ, ഞാനിപ്പോ ആ ബോക്സറിനെ ഇടിച്ച് ചമ്മന്തിയാക്കി വരുന്നേ ഉള്ളൂ. എന്ത് ബോക്സറായിട്ടൊന്ന് പെരുമാറിയെന്നോ? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. നോ 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 നോ. നോക്ക്, ബോക്സർ വരുന്നുണ്ട്. ഇപ്പൊ നോക്കിയോ ഞാൻ അവനെ എങ്ങനെയൊക്കെ വെള്ളം കുടിപ്പിക്കാൻ പോകുന്നത്. നോക്കിയോ. എന്റെ മോട്ടു ഒന്ന് സമാധാനിക്കേ, സമാധാനിക്കേ, സമാധാനിക്കേ. നമുക്കിപ്പോ സമാധാനമായിട്ട് പോയിട്ട് ജോണിനെ തല്ലാന്നേ. എന്താ ശരിയല്ലേ? ബോക്സർ ചേട്ടാ, എന്റെ കൂടെ തല്ലുകൂടാൻ തയ്യാറാണോ? എന്തായി കാണിക്കുന്നേ? കണ്ടില്ലേ ചിങ്ങം സാറേ, ഇടിച്ച് ചമ്മന്തിയാക്കുന്നത് കണ്ടില്ലേ ബോക്സറിന്? ഇനി പോവാ ഞാൻ ജോണിനെയും അന്വേഷിച്ച്. ജോൺ, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ മോട്ടു എത്ര പ്രാവശ്യമാണോ തല്ലിയത്, അത്രയും പ്രാവശ്യം നിന്നെ ഞാൻ തല്ലാൻ പോവുകയാ. എന്റെ നടു ഒടിഞ്ഞെന്നാ തോന്നുന്നത്. സോറി സോറി സോറി. ഇതൊക്കെ സംഭവിച്ചത് മോട്ടുകാരനെ കൊണ്ട് മാത്രമാണ്. പോയി മോട്ടുവിന്റെ ചങ്ക എന്റെ ബ്രോ, എന്താ പറ്റിയത്? ഞാൻ കേട്ടല്ലോ നീ ചൂടിന്റെ അടുത്ത് നിടി മേടിച്ചെന്ന്. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതെ, അപ്പോഴവൻ എന്നെ ഇടിച്ചു. പക്ഷെ ഇപ്പോഴെന്റെ പവർ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഞാൻ ബോക്സർ ചേട്ടനെ 2 പ്രാവശ്യമാണ് ഇടിച്ച് പരത്തിയിരിക്കുന്നത്. ഇപ്പൊ ജോണിനെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. മോട്ടു, ഞാൻ ബാങ്ക് കൊള്ളടിക്കാൻ പോവാണ്. നിന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. പറ മോട്ടു, നീ വരുവോ? ജോൺ, ഞാൻ എന്റെ വാക്ക് തിരിച്ചെടുത്തിരിക്കുന്നു. ഇപ്പൊ കണ്ടോ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. ഹോയ് മോട്ടു, എന്റെ ചങ്ക എന്റെ ബ്രോ, ജോണിന്റെ കയ്യിൽ കെമിക്കൽ അടങ്ങിയ എന്തോ ഒരു ഗാഡ്ജറ്റ് ഉണ്ട്. അതാണ് മോട്ടുവിന്റെ ശക്തിയെ പിടിച്ചു വലിക്കുന്നത്. മോട്ടുവിന് ഇപ്പൊ ഒരു എക്സ്ട്രാ ഗാഡ്ജറ്റിന്റെ ആവശ്യമുണ്ട്. ഉണ്ട് ചങ്ക്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? പത്തിലു എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. വരൂ വരൂ. എല്ലാവരും പിടി മേടിക്കാൻ വന്നതായിരിക്കും. ഇന്നെല്ലാത്തിനും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ജോൺ, ഞാനിപ്പോ മോട്ടുവിന് പകരം നിന്നെ തല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിനക്കിപ്പോ രക്ഷപ്പെടാൻ കഴിയില്ല ജോൺ. മോട്ടു രക്ഷിക്ക്. മോട്ടു കളിയല്ലേ? എന്റെ കൂട്ടുകാരനെ തല്ലിയല്ലേ? എനിക്ക് പവർ തരുന്ന പൗഡർ എവിടെ പോയി? നമ്പർ 1, ആ പൗഡർ കിടക്ക്. ഇതാ ബോസ്, പിടിച്ചോളൂ. ഇനി എപ്പോഴേലും നീ എന്റെ കൂട്ടുകാരനെ തല്ലുവാടാ. ഇനി ഞാൻ ചെയ്യില്ല. പത്തിലും എന്നോട് ക്ഷമിക്ക്. എന്നെ ഒന്ന് രക്ഷിക്കും.
ഇത് നോക്ക് ജോണേ, നല്ല സുഹൃത്തുക്കളുടെ ഇടയിൽ എല്ലാ പൗഡറും ഫെയിൽ ആവും. എനിക്കറിയാം ജോൺ നോക്കിക്കഴിഞ്ഞാൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന്. നീ നോക്കിയതിനു ശേഷമാണ് മോട്ടു ഔട്ട് ഓഫ് കൺട്രോൾ ആകുന്നതെന്നും എനിക്കറിയാം. അത് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇപ്പൊ നിന്റെ കളി കഴിഞ്ഞില്ലേ, എല്ലാം ശരിയായില്ലേ? വരൂ ജോൺ, ഇനി നീ എത്ര പൗഡർ വേണമെങ്കിലും ഇട്ട് സന്തോഷിച്ചോളൂ ജോണേ. എന്റെ അമ്മ മോട്ടു, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ജോൺ, ഇനി നമുക്ക് ജയിലിലേക്ക് പോകാം. അവിടെ നിനക്ക് പല വിധത്തിലുള്ള പൗഡർ ഇട്ടിട്ട് ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്യാം. അതിനോടൊപ്പം ചുണ്ടിൽ ലിപ്സ്റ്റിക്കും തേക്കാം. ഓക്കേ? Watch India's largest kids library only on Jio Hotstar. Download the app now.